നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ വീട്ടിൽ ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ആയിരിക്കുമെന്ന് സാറ് കരുതുന്നുണ്ടോ? ആരായിരിക്കും സാറേ എന്റെ മുറിയിൽ ആ ഫോൺ കൊണ്ടുവച്ചത്? ആ CI സാമുവൽ സാറിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിച്ചു. അയാളും സാറും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. സ്റ്റേഷനിൽ വെച്ച് അയാള് സാറിനെ അടിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് നിനക്ക് വേണ്ടിയാ ഞാൻ തല്ലുകൊണ്ടത്, അത് ഓർമ്മ വേണം. അതിനുശേഷം സാറ് CI സാമുവലിനെ പുറത്തു നിന്നൊന്ന് ഫോൺ ചെയ്തു. ഓർക്കുന്നുണ്ടോ സാർ അത്? സാമുവൽ സാറിന്റെ ആ അടിയങ്ങ് ഏറ്റു. പക്ഷേ അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. ആർക്ക്? ആ ദർശനയ്ക്ക് ഇത് നമ്മൾ രണ്ടുപേരും കൂടിയുള്ള കൂട്ടുകൃഷിയാണെന്ന് അവൾക്ക് മനസ്സിലായി. എടോ, താനൊരു കാര്യം ചെയ്യും, അവരെയും വിളിച്ചോണ്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിട്. ആ കരുണൻ SP എങ്ങാനും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ നമ്മൾ ആകെ കുഴപ്പത്തിലാവും. അത് ഞാൻ ഏറ്റു. പിന്നെ താങ്ക്സ്. ഞാനിതെങ്ങനെ അറിഞ്ഞൂന്നാവും. അവിടെ ചില നല്ല പോലീസുകാരും ഉണ്ട് സാറേ. സാറ് ഫോൺ ചെയ്തത് കേട്ട് അവരിൽ ഒരാളാ എന്നോട് ഈ കാര്യം പറഞ്ഞത്. നിർത്തടി. വെറുതെ കഥകൾ മെനഞ്ഞ് എന്റെ ചേച്ചി എന്നെ തമ്മിൽ തെറ്റിക്കാൻ നോക്കരുത്. കുറെ കാലങ്ങളായിട്ട് നീ അതിന് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ചേച്ചി എന്ന് വെച്ചാ എനിക്ക് ജീവനാ. പോലീസ് സ്റ്റേഷനിൽ വന്ന് നിനക്ക് വേണ്ടി തല്ലുകൊണ്ടിട്ട് പോലും നിനക്കെന്നെ സംശയം അല്ലേ? നിനക്ക് കുടുംബത്തിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നീ ചേച്ചി ജയിലിലോട്ട് വിടുമായിരുന്നോ? അത് അമ്മയുടെ തീരുമാനം മാത്രമായിരുന്നു സർ. യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ ജയിലിലേക്ക് അയച്ചിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സാറിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. നിനക്കങ്ങനെ പല സംശയങ്ങളും കാണും. പക്ഷെ അതിൽ നീ എന്നെ കെട്ടിത്തൂക്കാന്ന് വിചാരിക്കുന്നത് നടക്കില്ല. ഞാൻ കെട്ടിത്തൂക്കേണ്ട ഒരാവശ്യമില്ല. സ്വയം തൂങ്ങേണ്ടി വരും. തൽക്കാലം എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷേ തെളിവുകൾ ഉടനെ എന്റെ കയ്യിൽ കിട്ടും. അതാരാണെങ്കിലും അവരെ ഞാൻ ജയിലിലാക്കുകയും ചെയ്യും. ഞാൻ IPS ആവുന്നത് തടയാൻ സാറിന് ഈ ജന്മത്ത് കഴിയില്ല. മിന്നൽ രാജുവിന്റെ കൊലപാതകം എന്റെ മുകളിൽ കെട്ടിവെക്കാനുള്ള നിന്റെ ഈ ശ്രമം അത് നടക്കില്ല. നിന്റെ ഈ അഹങ്കാരം ഉടനെ അവസാനിക്കും. ഇത് അഹങ്കാരമല്ല, ആത്മവിശ്വാസമാ. പിന്നെ ആരും ഒന്നും സാറിന്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. കൊന്നത് സാർ ആണെങ്കിൽ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്റെ മനസ്സിൽ മറ്റൊരു സംശയം കൂടി ഉണ്ട് സർ. നിന്റെ മനസ്സിലെ സംശയം തീർക്കാൻ എനിക്ക് സമയമില്ല. എന്റെ സംശയം തീർക്കൊന്നും വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. എന്താ നിന്റെ ഇത്രയ്ക്ക് വലിയ സംശയം? സാർ വെറും ഒരു ഡമ്മി ആണോന്നാ എന്റെ സംശയം. സാറിന് പിന്നിൽ മറ്റു വല്ലവരും ഉണ്ടോന്ന്. എന്താ സർ, അങ്ങനെ ആരെങ്കിലും സാറിന്റെ പിന്നിലുണ്ടോ? സാറിന്റെ പിന്നിലേക്ക് ഞാനൊന്ന് അന്വേഷിച്ചു പോയാ ഇപ്പൊ എന്റെ മുൻപിൽ നിൽക്കുന്ന ഈ പവിത്രൻ സാർ അല്ലാതെ എനിക്ക് മറ്റൊരു പവിത്രൻ സാറിനെ കാണാൻ കഴിയോ? അവിടെ സാറിന് പറയാൻ മറ്റെന്തെങ്കിലും ഒരു കഥ കൂടി കാണും അല്ലേ സാറേ? ഇതൊക്കെ എന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ അകത്താക്കാന്ന് വിചാരിക്കുന്നത് വിട്ടിത്തരമാണ്. ജയിലിൽ പോകേണ്ടത് നീ തന്നെയാ. പിന്നിൽ ആളുണ്ടോന്ന് ചോദിച്ചപ്പോഴേ സാർ ശരിക്കും ഒന്ന് വരണ്ടു. ഇപ്പൊ എന്റെ സംശയം ഒന്നുകൂടി ഉറച്ചു. സാറിന്റെ പിന്നിൽ ആരോ ഉണ്ട് അല്ലേ സാറേ? അതാരായാലും മിന്നൽ രാജുവിനെ കൊന്നത് അയാളാ. അങ്ങനെ ഒരാള് സാറിന് പിന്നിൽ ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കും.
ജയിലിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു. എല്ലാം എനിക്ക് വേണ്ടിയാ. ജയിലിനുള്ളിൽ അമ്മയെ ദ്രോഹിച്ചവരെ കുറിച്ച് അമ്മ എന്നോട് പറയാത്തത് എനിക്കത് വിഷമാവെന്നുള്ളതുകൊണ്ടാ. പക്ഷെ ഞാനത് കണ്ടുപിടിക്കും. ജയിലിൽ അമ്മയെ ദ്രോഹിച്ചവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും. മോളെന്താ അവിടെ നിൽക്കുന്നത്? കേറി വാ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ലമ്മേ. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. ജയിലിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർത്ത് നീ മനസ്സ് വിഷമിപ്പിക്കരുത്. അതൊന്നും എന്നെ വലുതായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും അവഗണിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണം. അമ്മയെ വിഷമിപ്പിച്ചവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. വിശ്വേട്ടൻ ജീവിച്ചിരുന്നപ്പോ ഒരു ശത്രുക്കളും നേർക്ക് നേർ വന്നിരുന്നില്ല. വിശ്വേട്ടന്റെ നേരെ നിന്ന് സംസാരിക്കാൻ പോലും ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇതുവരെ നമ്മൾ കാണാത്ത ശത്രുക്കൾ ഈ വീടിന് നേരെ വരുന്നു എന്നൊരു തോന്നൽ എന്റെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ലമ്മേ, എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും തുറന്നു പറയാൻ പറ്റുന്ന തെളിവുകൾ ഉള്ളതുമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ശത്രു നമുക്ക് പിന്നിൽ തന്നെയുണ്ട്. മരുവത്തൂർ വീടിന്റെയും ഇവിടെയുള്ളവരുടെയും തകർച്ചയാണ് ആ ശത്രുവിന്റെ ലക്ഷ്യം. അതാരാണെന്ന് എനിക്കും വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ക്ലിയറാണ്, ആ ശത്രുവിനെ മരുവത്തൂർ വീടുമായി അടുത്ത ബന്ധമുണ്ട്. ഈ വീടിനുള്ളിൽ അയാൾക്ക് സഹായികളുമുണ്ട്. ഈ വീടിനുള്ളിൽ നിന്ന് ശത്രുക്കളെ സഹായിക്കുന്നത് ആരായാലും അവരും നമ്മുടെ ശത്രുക്കൾ തന്നെയാ. നേർക്കുനേരെ